നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററായ അവർ എർത്ത്, നമ്മുടെ ഭൂമി, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദി എർത്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് ആയിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും ഒക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത് അതെടുക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റ് അവർ എർത്ത്, 5ാമത്തെ യൂണിറ്റാണ് അവർ എർത്ത്. അതിൽ ഫസ്റ്റ് ഭൂമിയുടെ ഒരു മോണോലോഗാണ് തന്നിട്ടുള്ളത്. മോണോലോഗ് എന്ന് വെച്ചാൽ ആത്മകഥ. ഭൂമി സ്വന്തമായിട്ട് തന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നോക്കിയോളൂ. ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ഐ വാസ് എ ബേണിംഗ് സ്ഫിയർ. ലേറ്റർ ഓൺ ഐ വാസ് കൂൾഡ് ഇൻ ദ ഇൻസസൻറ്റ് റെയിൻ. ഇറ്റ് അഗൈൻ ടുക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോർ ലിവിങ് ബീയിങ്സ് ടു അപ്പിയർ. അതായത് ബില്യൺ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആരായിരുന്നു? ഐ വാസ് എ ബേണിംഗ് സ്ഫിയർ. ഞാനൊരു ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. ബേണിംഗ് എന്ന് വെച്ചാൽ ചുട്ടുപൊള്ളുന്ന സ്ഫിയർ, ഗോളമായിരുന്നു. അപ്പം ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു. സ്ഫിയർ എന്ന് വെച്ചാൽ ഗോളം. ലേറ്റർ, പിന്നീട് ഐ വാസ് കോൾഡ് ഇൻ ദ ഇൻസസൻറ്റ് റെയിൻ. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? കൂളായി, തണുത്തു. എങ്ങനെയാണ്? നല്ല അതിഭീകരമായിട്ട്, ഇൻസസൻ എന്ന് വെച്ചാൽ നിരന്തരമായിട്ട്, റിപ്പീറ്റായിട്ട് ഇങ്ങനെ മഴ പെയ്ത് ആ മഴ കൊണ്ട് ഞാൻ തണുത്തു. ഇറ്റ് എഗൈൻ ടുക്ക് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഫോർ ലിവിങ് ബീയിങ്സ് ടു അപ്പിയർ. പിന്നീട് മില്യൺസ് ഓഫ് ഇയേഴ്സ്, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എൻ്റെ ജീവജാലങ്ങളൊക്കെ എന്നിൽ കാണാൻ തുടങ്ങിയത്. ലിവിങ് ബീയിങ്സ് ടു അപ്പിയർ, ജീവജാലങ്ങൾ കാണാൻ തുടങ്ങിയത് പിന്നീടും ദശലക്ഷക്കണക്കിന് മില്യൺ ഇയേഴ്സിന് ശേഷമാണ്. You know that I am the only one to have life among the planets in the solar system. സോളാർ സിസ്റ്റത്തിൽ, സൗരയൂഥത്തിൽ ലൈഫുള്ള, ജീവനുള്ള ഒരേ ഒരു പ്ലാനറ്റ്, ഒരേ ഒരു ഗ്രഹം ആരാണ്? ഞാനാണ്. അതായത് നമ്മുടെ ഭൂമിയാണ്. ഐ ഹാവ് എവറിത്തിങ് ടു സപ്പോർട്ട് യുവർ ലൈഫ്. എന്നിൽ നിങ്ങളുടെ ജീവിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഐ ഹാവ് എവറിത്തിങ്, എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തിനാണ്? ടു സപ്പോർട്ട് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് അടുത്തത് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ്? എയർ ടു ബ്രീത്ത്, നമുക്ക് ശ്വസിക്കാനുള്ള എയർ. വാട്ടർ ടു ഡ്രിങ്ക്, കുടിക്കാനുള്ള വെള്ളം. ഫോർ ഓൾ അതർ യൂസസ്, മറ്റെല്ലാ കാര്യത്തിനുള്ള ജലം. പിന്നെ സോയിൽ ഫോർ പ്ലാന്റ് ഗ്രോത്ത്, ഈ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള സോയിൽ, മണ്ണ്. ഇതൊക്കെ എവിടെയുണ്ട്? എന്നിലുണ്ട്, അതായത് ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് മോണോലോഗ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ ഒരു ആത്മകഥ. എർത്ത് തന്നെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദ സർഫസ് ഓഫ് ദി എർത്ത് വിത്ത് ഇറ്റ്സ് റിവേഴ്സ്, മൗണ്ടെയ്ൻസ്, വാലീസ് ആൻഡ് പ്ലെയിൻസ്. അതായത് റിവേഴ്സ്, അതായത് പുഴകൾ, മൗണ്ടെയ്ൻസ് മലകൾ, വാലീസ് താഴ്വരകൾ, പിന്നെ പ്ലെയിൻസ് സമതലങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭൂമിയുടെ ഉപരിതലം എത്ര സുന്ദരമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗ ബ്യൂട്ടിഫുൾ, എത്ര സുന്ദരമാണ് ദ സർഫസ് ഓഫ് ദി എർത്ത്, എർത്തിൻ്റെ സർഫസ്. എന്തൊക്കെയുണ്ട് എർത്തിൻ്റെ സർഫസിൽ? റിവേഴ്സ് ഉണ്ട്, മൗണ്ടെയ്ൻസ് ഉണ്ട്, വാലീസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്. ബട്ട് വാട്ട് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്? എന്നാൽ ഭൂമിയുടെ ഇൻറ്റീരിയറിൽ, ഭൂമിയുടെ ഉള്ളിൽ എന്താണ്? ലെറ്റ് us എക്സ്പ്ലോർ ദ ഇന്നർ സീക്രട്സ് ഓഫ് ദി എർത്ത്. നമുക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള സീക്രട്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പം നോക്കാം നമുക്ക്. ഇൻ ടു ദ ഇൻറ്റീരിയർ, ഉള്ളിലേക്ക്. ആരുടെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്? ഭൂമിയുടെ ഉള്ളിലേക്ക്, അല്ലേ? വി ആർ അവെയർ ഓഫ് ദി ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത്സ് സർഫസ്. എർത്തിൻ്റെ സർഫസിലുള്ള ചൂടിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. നമ്മൾ ടി വിയിലൊക്കെ ഇന്ന് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയത് എന്നൊക്കെ പറയാറുണ്ട്, അല്ലേ? ബട്ട് ഇറ്റ് ഈസ് എക്സ്ട്രീം ഹീറ്റ് ഇൻസൈഡ് ദ എർത്ത്. പക്ഷേ ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടെന്ന് പറയുന്നത് എക്സ്ട്രീമാണ്, എന്ന് വെച്ചാൽ അതികഠിനമായിട്ടുള്ള ചൂടാണ്. The temperature at the center of the earth, center of the interior is about 5500 degrees Celsius. കണ്ടോ, ഭൂമിയുടെ ഉള്ളിലുള്ള ഏകദേശ ചൂടെന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഡു യു നോ ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? നിങ്ങൾക്കറിയാലോ, നമ്മുടെ വാട്ടർ തിളയ്ക്കുന്നത്, വെള്ളം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 100 ഡിഗ്രി സെൽഷ്യസിലാണ്. ക്യാൻ യു ഇമാജിൻ ദ ഹീറ്റ് ഓഫ് 5500 ഡിഗ്രി സെൽഷ്യസ്? ഈ 5500 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന ഒരു ചൂടിനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് മൈൻസ്? മൈൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൈൻസ് എന്ന് വെച്ചാൽ ഖനി. നമ്മൾ സ്വർണ്ണഖനിയുണ്ട്, പെട്രോളൊക്കെ ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഖനികളെന്ന് പറയുന്നത്. അപ്പോൾ മൈൻസ് എന്ന് വെച്ചാൽ ഖനികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡീപ്പ് ദ ഡീപ്പസ്റ്റ് മൈൻ ഈസ്?
ഡീപ്പസ്റ്റ് മൈൻ എന്ന് വെച്ചാൽ ഏറ്റവും ആഴത്തിലുള്ള ഖനി, ഏറ്റവും ആഴത്തിലുള്ള മൈൻ. അതിന് എത്ര കിലോമീറ്റർ ഡീപ്പ്, എത്ര കിലോമീറ്റർ ആഴമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡീപ്പ്? എത്ര കിലോമീറ്റർ ആഴമുണ്ട് ഏതിന്? ദ ഡീപ്പസ്റ്റ് മൈൻ, ഏറ്റവും ആഴത്തിലുള്ള ഖനിക്ക്. എത്രയാണ്? എബൌട്ട് 12 കിലോമീറ്റേഴ്സ്. ഓൺലി ഒരു 12 കിലോമീറ്റർ ആണ് അതിൻ്റെയൊക്കെ ആഴം എന്ന് പറയുന്നത്. ഹ്യൂമൻസ് ക്യാൻ റീച്ച് ഈവൻ ദാറ്റ് ഫാർ ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ്. ഈ ഒരു കിലോമീറ്ററിൽ, അതായത് ഈ 12 കിലോമീറ്റർ ആഴത്തിൽ മനുഷ്യന് എത്തിച്ചേരണമെങ്കിൽ ആ സേഫ്റ്റി ഡിവൈസസ്, മെഷീൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മാത്രമേ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഒരുപാട് സുരക്ഷാ ഉപകരണങ്ങൾ, സേഫ്റ്റി ഡിവൈസസും പിന്നെ മെഷീനുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി മാത്രമേ മനുഷ്യർക്ക് ഈ ഒരു 12 കിലോമീറ്റർ എന്ന് പറയുന്ന ആഴത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. The distance from the surface to the center of the earth is about 6,371 kilometers. അതായത് സർഫസ് ഓഫ് ദി എർത്തിൻ്റെ സർഫസിൽ നിന്ന് സെൻറ്റർ ഓഫ് ദി എർത്തിൻ്റെ സെൻറ്ററിലോട്ട്, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയുടെ സെൻറ്റർ കേന്ദ്രത്തിലോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? 6,371 കിലോമീറ്റർ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അവിടുത്തെ. ഭൂമിയുടെ ഉപരിതലം മുതൽ ഭൂമിയുടെ സെൻറ്റർ വരെ, കേന്ദ്രം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 6,371 കിലോമീറ്റർ. അപ്പോൾ ഈ 6,371 കിലോമീറ്ററും 12 കിലോമീറ്ററുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. സോ is it possible for the humans to understand the interior of the earth directly? ഇൻറ്റീരിയർ ഓഫ് ദി എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നേരിട്ട് ചെന്ന്, ഡയറക്റ്റായിട്ട് ചെന്ന് മനസ്സിലാക്കാൻ സാധ്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് ഡയറക്റ്റ് ഈ 6,371 കിലോമീറ്റർ ദൂരെ ചെന്ന് ഭൂമിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല, തീർച്ചയായിട്ടും നമുക്ക് കഴിയില്ല, അല്ലേ? ദെൻ ഹൗ ഡിഡ് വി ഗെറ്റ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്? അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് എവിടെ നിന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്? ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത് ഈസ് ഫോംഡ് ത്രൂ സയൻറ്റിഫിക് സ്റ്റഡീസ് ആൻഡ് ഇൻഫറൻസസ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളിലൂടെയും നിഗമനങ്ങളിലൂടെയും ഒക്കെയാണ് നമുക്ക് ആ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നത്. ലെറ്റ്സ് സീ വാട്ട് ദേ ആർ. ആ വിവരങ്ങൾ, അതായത് സയൻറ്റിഫിക് സ്റ്റഡീസും ഇൻഫറൻസും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇവിടെ നോക്കിയ 3 പോയിന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇതും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. എങ്ങനെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നത്? ഹൗ വി ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്. എങ്ങനെയൊക്കെയാണ്? 1. ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫസ് ത്രൂ ദ വോൾക്കാനിക് ഇറപ്ഷൻസ്. വോൾക്കാനിക് ഇറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. എങ്ങനെയാണ്? മെറ്റീരിയൽസ്, അഗ്നിപർവ്വത സ്ഫോടനം നടക്കുമ്പോൾ കുറച്ച് വസ്തുക്കളൊക്കെ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരും. ആ വസ്തുക്കളെയൊക്കെ നമ്മൾ പരിശോധിക്കുന്നതിൽ നിന്ന് ബൈ എക്സാമിൻ ചെയ്യാന്ന് വെച്ചാൽ പരിശോധിക്കുക. എന്തോ? മെറ്റീരിയൽസ് വസ്തുക്കളെ പരിശോധിക്കുക. എങ്ങനെയുള്ള വസ്തുക്കൾ? ദാറ്റ് റീച്ച് ദ എർത്ത് സർഫസ്, എർത്തിൻ്റെ സർഫസിൽ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന സബ്സ്റ്റൻസ്. എങ്ങനെയാണിത് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്നത്? ത്രൂ ദ വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ. മനസ്സിലായല്ലോ? അപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ സർഫസിലെത്തുന്ന മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സാമിൻ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. അടുത്ത രണ്ടാമത്തത് ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖനി, അല്ലേ? ഖനികളിൽ നിന്ന് നമ്മൾ ശേഖരിക്കുന്ന ഇൻഫർമേഷൻസ്, വിവരങ്ങളിൽ നിന്ന്. മൂന്നാമത്തത് ബൈ അനലൈസിങ് ദ മോഷൻ ഓഫ് ദി വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത്ക്വോക്ക് നടക്കുമല്ലോ, ഭൂകമ്പം നടക്കുമല്ലോ, ഈ ഭൂകമ്പം ഉണ്ടാകുന്ന ആ സമയത്ത് തരംഗങ്ങളുണ്ടാവും, വേവ്സ് ഉണ്ടാവും. ആ തരംഗങ്ങൾ അല്ലെങ്കിൽ ആ വേവ്സിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിലൂടെ, അതായത് ബൈ അനലൈസ് ചെയ്യുക. എന്തിനെ? ദ മോഷൻ ഓഫ് വേവ്സിൻ്റെ, തരംഗങ്ങളുടെ ചലനം, മോഷനെ അനലൈസ് ചെയ്യുക. ഈ ചലനങ്ങൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത്ക്വോക്ക് അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന വേവ്സിൻ്റെ മോഷൻ, ചലനങ്ങളെ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നു. ഇങ്ങനെ 3 പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ദ സ്ട്രക്ചർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ സ്ട്രക്ചർ, ഭൂമിയുടെ ഘടന. നോക്കിയോളൂ. ഒബ്സർവ് ദ പിക്ചർ ഫിഗർ 5.2. ഇതവിടെ 5.2 ഫിഗർ ഉണ്ട്, കണ്ടല്ലോ? നമ്മുടെ ഭൂമിയുടെ ഫിഗറാണ്. ആ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ തരുന്ന ഒരു ഫിഗറാണ് ഈ തന്നിട്ടുള്ളത്.
നമ്മുടെ ഭൂമിയുടെ ഇന്നർ സൈഡ് എന്തൊക്കെയാണ് കാണുന്നത്, ആ ഫിഗറിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ലെയർ എന്ന് പറയുന്നത്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്രസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഒരു മാൻറ്റിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഔട്ടർ കോർ, ഏറ്റവും ഉള്ളിലായിട്ട് ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇന്നർ കോർ. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഭൂമിയെ പല പല ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുറമേയുള്ള, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്രസ്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ മാൻറ്റിൽ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഔട്ടർ കോർ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇന്നർ കോർ. അപ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇന്നർ കോർ. ഇത് നമ്മൾ പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് അബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദി എർത്ത്? എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ലഭിച്ചത്? അതാണ് ഇവിടെ താഴെ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ്. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇവിടെ ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഭൂവൽക്കം. ഓക്കെ ആണല്ലോ. അടുത്തൊരു പോയിന്റ് ഇതാ ഇവിടെ ബുള്ളറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഏത് പോയിന്റ് നമുക്ക് ആഡ് ചെയ്യാം? നമുക്ക് ദ ഇന്നർ മോസ്റ്റ് ലെയർ ഈസ് ദ ഇന്നർ കോർ. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഇന്നർ കോർ ആണ്. അങ്ങനെ ഒരു പോയിന്റ് നമുക്കിവിടെ ആഡ് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ ഭൂമിയുടെ ഇന്നറിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ലഭ്യമാകുന്നത്. ഭൂമിയുടെ ഇന്നർ ഓഫ് ദി എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. The outermost layer is crust and the innermost layer is inner core. പിന്നെ വേറെ ഏതൊക്കെ ലെയേഴ്സ് ഉണ്ട്? ക്രസ്റ്റ്, മാൻറ്റിൽ, ഔട്ടർ കോർ, ഇന്നർ കോർ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നോക്കിക്കോ, ഇനി ഈ പറയുന്ന ഓരോ ലെയേഴ്സും അതിൻ്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, ദ ക്രസ്റ്റ് ഫസ്റ്റ് ലെയർ. അതായത് ഇവിടെ ഒരു നമ്മുടെ ഭൂമിനെ കട്ട് ചെയ്ത് വച്ചേക്കുന്ന പോർഷൻ കണ്ടായിരുന്നോ? ഏറ്റവും ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പോർഷനാണ്. അതിൽ നോക്കിക്കോ, ഭൂമിയുടെ ആദ്യത്തെ ഫസ്റ്റ് ചെറിയൊരു പോർഷൻ, ഏറ്റവും കുഞ്ഞ് തിന്നായിട്ടുള്ള ഭൂമിയുടെ ലെയറാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ താമസിക്കുന്നത് ക്രസ്റ്റിലാണ്, ഭൂവൽക്കത്തിലാണ് അല്ലേ? നമ്മുടെ സമുദ്രം കാണപ്പെടുന്നതും മൗണ്ടെയ്ൻസ്, ലാൻഡ്സ്, പ്ലെയിൻസ് ഒക്കെ, വാലീസ് ഒക്കെ കാണപ്പെടുന്നത് ഈ പറയുന്ന ക്രസ്റ്റിലാണ്. അത് ചെറുതാണ് കണ്ടോ, വളരെ തിന്നായിട്ടുള്ള ലെയറാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ലെയറുണ്ട്, അതാണ് മാൻറ്റിൽ. അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ലെയർ ഉണ്ട്, അതാണ് കോർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്കിത് ഓരോന്നിൻ്റെ സവിശേഷതകൾ നോക്കാം. ഒന്നാമത്തത് ദ ക്രസ്റ്റ്. ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റിലുള്ളതും ഏറ്റവും പുറമേ ഉള്ളതും ആൻഡ് റിലേറ്റീവ്ലി തിൻ, വളരെ തിന്നായിട്ടുള്ളതും. തിന്നെന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര തിന്നായി, വളരെ കട്ടി കുറഞ്ഞതൊന്നും അല്ല. മറ്റ് രണ്ട് ലെയേഴ്സിനെ അപേക്ഷിച്ച്, മാൻറ്റിലിനെയും കോറിനെ അപേക്ഷിച്ച് ക്രസ്റ്റിന് കട്ടി കുറവാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ തിന്നായിട്ടുള്ള ലെയറാണ് എന്ന് പറയുന്നത് ക്രസ്റ്റ്. മറ്റ് രണ്ട് ലെയേഴ്സിനെ അപേക്ഷിച്ച് തിന്നായിട്ടുള്ള ലെയർ. ദിസ് ലെയർ ഈസ് മേഡപ്പ് ഓഫ് സോളിഡ് റോക്സ്. ഈ ലെയർ എന്ന് പറയുന്നത് നിർമ്മിച്ചിരിക്കുന്നത് സോളിഡ് എന്ന് വെച്ചാൽ ഖരരൂപത്തിലുള്ള റോക്ക്, പാറകളാലാണ്. അപ്പോൾ ഈ ലെയർ നിർമ്മിച്ചിരിക്കുന്നത് സോളിഡ് റോക്സ് വെച്ചിട്ടാണ്. തിൻ ലെയറാണ്. പിന്നെന്താണ്? ഔട്ടർ മോസ്റ്റ് ലെയറാണ്. ക്രസ്റ്റിൻ്റെ 3 പോയിന്റ്സ് ആണ് ആ ഒരൊറ്റ ചെറിയ പാരഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. എന്തൊക്കെയാണ്? 1 തിൻ ലെയറാണ്, 2 ഔട്ടർ മോസ്റ്റ് ലെയറാണ്, 3 മേഡപ്പ് ഓഫ് സോളിഡ് റോക്സ് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കിയോളൂ. ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്. ക്രസ്റ്റിന് 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. എന്താണ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വൻകര ഭൂവൽക്കം, വൻകര ഭാഗത്തുള്ള ഭൂവൽക്കം. അടുത്ത ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ സമുദ്ര ഭൂവൽക്കം, സമുദ്ര ഭാഗത്തുള്ള ക്രസ്റ്റ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞേ, സമുദ്ര ഭാഗത്തുള്ള ഓഷ്യാനിക് ക്രസ്റ്റിനാണോ അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനാണോ കൂടുതൽ, കട്ടി കൂടുതൽ ഏതിനാണ്? ഓഷ്യാനിക് ക്രസ്റ്റിനാണോ അതോ നമ്മുടെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനാണോ? നമ്മളൊന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇപ്പം കടലിൽ പോകുന്നു, സമുദ്രത്തിൽ പോകുന്നു, നമ്മൾ കടൽ കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ സമുദ്രത്തിലോട്ട് അങ്ങ് ഒരു സ്ലോപ്പ് ഉണ്ടാവില്ലേ? കരയിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒരു സ്ലോപ്പ്, ഒരു ചരിഞ്ഞല്ലേ കിടക്കുന്നത് അല്ലേ? അപ്പോൾ സമുദ്രത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറും എന്താണ്? ആഴം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആഴം കൂടുക എന്ന് വെച്ചാൽ ഭൂമിയുടെ ആ ഭൂവൽക്കത്തിൻ്റെ തിക്നെസ് കുറഞ്ഞു വരികയല്ലേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം.
അവിടെ ഫിഗറിൽ ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഉണ്ട്, കണ്ടോ? അപ്പോൾ അവിടെ നോക്ക്, ഓഷ്യാനിക് ക്രസ്റ്റിനാണോ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനാണോ തിക്നെസ് കൂടുതൽ? നമ്മുടെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് തിക്നെസ് കൂടുതലും ഓഷ്യാനിക് ക്രസ്റ്റിന് തിക്നെസ് കുറവുമാണ് അല്ലേ? ഈ കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. നോക്കിക്കോളൂ, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഈസ് തിക്കർ ദെൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് തിക്കറാണ്, കട്ടി കൂടുതലാണ്. ഏതിനെ അപേക്ഷിച്ച്? ഓഷ്യാനിക് ക്രസ്റ്റിനെ അപേക്ഷിച്ച്. ദെൻ ദ ഓഷ്യാനിക് ക്രസ്റ്റ്. ദ ആവറേജ് തിക്നെസ് ഈസ് അബൌട്ട് 30 കിലോമീറ്റേഴ്സ്. ഈ നമ്മുടെ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഇൻ മൗണ്ടെയിൻ ഏരിയാസ് കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ഹാസ് എ തിക്നെസ് ഓഫ് അബൌട്ട് 70 കിലോമീറ്റർ. മൗണ്ടെയിൻ ഏരിയ ആണെങ്കിൽ ആ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് 70 കിലോമീറ്റർ വരെ ആകാം അല്ലേ? ആലോചിച്ച് നോക്കിയാൽ മതി. മൗണ്ടെയിൻ ഏരിയ ആകുമ്പോൾ അത് മുകളിലോട്ട് കുറച്ച് പാറകളാൽ ഇങ്ങനെ വലുതായിട്ടിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് മൗണ്ടെയിൻ ഏരിയയിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 70 കിലോമീറ്റർ ആയിരിക്കും. ബട്ട് ദ ആവറേജ് തിക്നെസ് ഓഫ് ദി ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് 5 കിലോമീറ്റേഴ്സ്. പക്ഷേ നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റിൻ്റെ ആവറേജ് തിക്നെസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ മാത്രമാണ്. ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ അതിന് തിക്നെസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ എർത്തിൻ്റെ ഇന്നറിലുള്ള രണ്ടാമത്തെ ലെയർ ദ മാൻറ്റിൽ. ഏതാണ്? മാൻറ്റിൽ. മാൻറ്റിൽ എന്ന് പറഞ്ഞ ലെയർ അത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് അല്ലേ? മാൻറ്റിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ താഴെയുള്ള ഒരു ലെയറാണ് മാൻറ്റിൽ. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു ലെയറാണ്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു അബൌട്ട് 2900 കിലോമീറ്റേഴ്സ്. മാൻറ്റിലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. 2900 കിലോമീറ്റർ ആണ്. ദ പാർട്ട് ഓഫ് ദി എർത്ത് ദാറ്റ് കംപ്രൈസസ് ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻറ്റിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. അതായത് ക്രസ്റ്റും പിന്നെ മാൻറ്റിലിൻ്റെ അപ്പർ പാർട്ടും കൂടെ നമ്മൾ ഒരുമിച്ചൊരു പേര് പറയും. അതിൻ്റെ പേരാണ് ലിത്തോസ്ഫിയർ. എന്താണ്? ലിത്തോസ്ഫിയർ. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? The part below the lithosphere which is in molten state due to the melting of rock particles, അതിൻ്റെ പേരാണ് മാഗ്മ, is known as asthenosphere. ഈ പറയുന്ന ലിത്തോസ്ഫിയറിൻ്റെ തൊട്ട് താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള പോർഷൻ അല്ല. അവിടെ മോൾട്ടൺ സ്റ്റേറ്റിലാണ്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുകിയ അവസ്ഥയിലാണ്. പാറകളൊക്കെ ഉരുകിയ അവസ്ഥയിലാണ്. നല്ല ചൂടായിരിക്കും അല്ലേ അപ്പോൾ പാറകളൊക്കെ ഉരുകിയ അവസ്ഥയിലാണ് അവിടെ കാണപ്പെടുന്നത്. ഇങ്ങനെ ഉരുകിയ പാറയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കാണപ്പെടുന്ന ഈ ഒരു പോർഷൻ ഓഫ് മാൻറ്റിലിനെയാണ് നമ്മൾ ആസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിൽ പാർട്ടിക്കിൾസ് ഏത് സ്റ്റേറ്റിലാണ്? അപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ആലോചിച്ച് വയ്ക്കുക. അസ്തനോസ്ഫിയറിൽ നമ്മുടെ ഭൂമി ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? മോൾട്ടൺ സ്റ്റേറ്റിൽ, ഉരുകിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പിന്നെ എന്താ പറ്റുള്ളത്? ദ പോർഷൻ ബിലോ ദി അസ്തനോസ്ഫിയർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ അസ്തനോസ്ഫിയറിൻ്റെ തൊട്ട് താഴെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഏതിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്, ഖരാവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ മാൻറ്റിലിൻ്റെ കാര്യം ഒന്നും കൂടെ നോക്കിയോളൂ. മാൻറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രസ്റ്റിൻ്റെ ഏറ്റവും താഴെയുള്ള, മാൻറ്റിൽ ഇസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ ബിലോയിലുള്ള താഴെയുള്ള പാളിയാണ്, ലെയറാണ്. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2900 കിലോമീറ്റർ ആണ്. 2900 കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത്. പിന്നെ ക്രസ്റ്റും അപ്പർ പാർട്ട് ഓഫ് ദി മാൻറ്റിലിനെയും കൂടെ ചേർത്ത് ദ അപ്പർ പാർട്ട് ഓഫ് ദി മാൻറ്റിൽ ആൻഡ് ക്രസ്റ്റ് ഈസ് കളക്റ്റീവ്ലി നോൺ ആസ് എന്തോന്നാണ്? ലിത്തോസ്ഫിയർ. അതിന് രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയുന്നു? ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. ഇനി ദ പാർട്ട് ബിലോ ദി ലിത്തോസ്ഫിയറിൻ്റെ താഴെയുള്ള പോർഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. അത് മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ഡ്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസിൻ്റെ മെൽറ്റിംഗ്, ഉരുകിയത് കൊണ്ടാണ് ഏതിൽ കാണപ്പെടുന്നത്? മോൾട്ടൺ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. അതുകൊണ്ട് ആ പോർഷൻ നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നു. പിന്നെ ഈ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള റോക്ക് പാർട്ടിക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്മ. നമ്മൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭൂമിയുടെ പുറത്തോട്ട് വരുന്നത് ആരാണ്? ഈ മാഗ്മയാണ് വരുന്നത്. അപ്പോൾ ഏത് പോർഷനിലാണ് വോൾക്കാനിക് ഇറപ്ഷൻസ് ഉണ്ടാകുന്നത് നിങ്ങൾ ആലോചിക്കണം. എവിടെയാണ്? മാൻറ്റിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് മാഗ്മ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുന്നത്. മാഗ്മ എന്ന് പറയുന്നത് മോൾട്ടൺ സ്റ്റേറ്റിലുള്ള റോക്ക് പാർട്ടിക്കിൾസ് ആണ് മാഗ്മ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ അങ്ങനെ മോൾട്ടൺ സ്റ്റേറ്റിൽ കിടക്കുന്ന ആ പോർഷനാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയർ. The portion below the asthenosphere is
ഇൻ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ഈ അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അത് ഏത് പോർഷനാണ്? കോറാണ്. കോറിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇന്നർ കോർ എന്നും ഔട്ടർ കോർ എന്നും അല്ലേ. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഇസ് ദ കോർ. അപ്പോൾ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണോ അതോ ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരു പോർഷനാണോ? ഏത് സ്റ്റേറ്റിലാണ്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. കോർ, ഔട്ടർ കോറുണ്ട് ഇന്നർ കോറുണ്ട്. അതിൽ ഔട്ടർ കോറിൻ്റെ കാര്യം, മാൻഡിലിൻ്റെ തൊട്ട് താഴെയുള്ള കോറാണ് ഔട്ടർ കോർ, അതിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഏതിലാണ്? കമൻറ്റ് ചെയ്യണം കേട്ടോ. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഇസ് ദ കോർ. മാൻഡിലിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് നമ്മൾ കോർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇതിനെ നമ്മൾ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. വൈൽ ദ ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ മാൻഡിലിൻ്റെ തൊട്ട് താഴെയാണ് കോറ്. കോറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോർ, ഇന്നർ കോർ എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുമാണ്, ഖരാവസ്ഥയിലുമാണ്. ദ കോർ ഈസ് മെയിൻലി മേഡപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് അയൺ. ഈ കോറ് നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? രണ്ട് മെറ്റൽസ് കൊണ്ടാണ്. ഏതൊക്കെയാണ് ആ മെറ്റൽസ്? നിക്കലും ഇരുമ്പും അല്ലേ. നിക്കലും അയണും, നിക്കൽ അയൺ എന്നിങ്ങനെ രണ്ട് മെറ്റൽസ് കൊണ്ടാണ് ഈ കോർ നിർമ്മിച്ചിരിക്കുന്നത്. ഹെൻസ് ദ കോർ ഈസ് ഓൾസോ നോൺ ആസ്. അതുകൊണ്ട് നമ്മൾ കോറിനെ പറയുന്ന പേരാണ് നിഫെ. അയണിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഫെറം എന്നാണ്. എഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ് സിമ്പിൾ വെച്ചിട്ടാണ് അതിനെ കാണിക്കുന്നത്. അപ്പോൾ നിക്കലിനെ NI എന്നും, അപ്പോൾ NIFE നിഫെ എന്ന് പറയുന്ന പേരിലാണ് നമ്മുടെ കോർ അറിയപ്പെടുന്നത്. ദ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ഇന്നർ കോറിലെ ഏകദേശ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കോറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായല്ലോ? അടുത്ത നോക്കിയോളൂ. കംപ്ലീറ്റ് എ ഗിവൺ ഡയഗ്രാം ബൈ ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് ദി എർത്ത്സ് ഇൻറ്റീരിയർ. എർത്തിൻ്റെ ഇൻറ്റീരിയറിലെ ഓരോ ലെയറിൻ്റെയും കുറച്ച് ഫീച്ചേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം, ഫില്ല് ചെയ്യണം. നോക്കിക്കോ. ഒന്നാമത്തെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഏതാണ്? ക്രസ്റ്റിൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഔട്ടർ മോസ്റ്റ് ലെയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ. ഇനി അടുത്ത അതിൻ്റെ ബാക്കി രണ്ട് ഫീച്ചേഴ്സ് നമ്മളോട് ഇൻക്ലൂഡ് ചെയ്യണം. ഏതൊക്കെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? മെയ്ഡപ്പ് ഓഫ് സോളിഡ് റോക്സ്. സോളിഡ് ആയിട്ടുള്ള റോക്സ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തിൻ ലെയർ ഓഫ് ദി എർത്തിൻ്റെ ഏറ്റവും തിന്നായിട്ടുള്ള ലെയറാണ്. പിന്നെ ഹാസ് 2 പാർട്സ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്നും ഓഷ്യാനിക് ക്രസ്റ്റ് എന്നും അങ്ങനെ 2 പാർട്ടുണ്ട്. ആവറേജ് തിക്നെസ് ഈസ് 30 കിലോമീറ്റേഴ്സ്. ഇതിൻ്റെ ആവറേജ് തിക്നെസ്, ശരാശരി കനം എന്ന് പറയുന്നത് എത്രയാണ്? 30 കിലോമീറ്റർ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ മാൻഡിലിൻ്റെ കാര്യങ്ങളാണ് എഴുതാൻ പോകുന്നത്. ദ ലെയർ അപ് ടു 2900 കിലോമീറ്റർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ താഴെയായിട്ട് 2900 കിലോമീറ്റർ വരെയുള്ള പാളിയാണ് അല്ലെങ്കിൽ ലെയറാണ് ഏതെന്ന് പറയുന്നത്? മാൻഡിൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ 2 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അതേതൊക്കെയെന്ന് നോക്കാം. ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി മാൻഡിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. അതിൻ്റെ അടുത്ത പോയിൻ്റായിട്ട് എഴുതാനുള്ളതാണ് കേട്ടോ. ക്രസ്റ്റിനെയും മാൻഡിലിൻ്റെ അപ്പർ പാർട്ടിനെയും നമ്മൾ എന്ത് പറയുന്നു? അസ്തനോസ്ഫിയർ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. അടുത്ത രണ്ടാമത്തെ നമ്മൾ എഴുതാനുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ദ അസ്തനോസ്ഫിയർ ഇസ് ദ മോൾട്ടൺ ലെയർ ബിലോ ദ ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് മോൾട്ടൺ ആയിട്ട്, അതായത് ഉരുകിയ അവസ്ഥയിലുള്ള ലെയറാണ് എന്ന് പറയുന്നത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അത് അസ്തനോസ്ഫിയർ ഈസ് ദ മോൾട്ടൺ ലെയർ. ഒരു മോൾട്ടൺ ലെയറാണ്, മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ലെയറാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? ബിലോ ദ ലിത്തോസ്ഫിയർ, ലിത്തോസ്ഫിയറിന് താഴെ. അടുത്തത് മൂന്നാമത്തെ ലെയറാണ് കോർ. കോറിനെ കുറിച്ചുള്ള ഡാറ്റാസ് നമുക്ക് എഴുതാം. ഒന്നാമത്തത് നോൺ ആസ് നിഫെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. കോർ എന്തെന്നറിയപ്പെടുന്നു? നിഫെ. ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഈ കോറിനെ നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നു, ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും. ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. എന്നാൽ ഇന്നർ കോർ എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലാണ്. ദ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. ഇന്നർ കോറിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങനെ 4 പോയിന്റ്സ്. ഇതിൻ്റെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പോയിന്റ്സ് ഉൾപ്പെടുത്തി അവിടെ എഴുതാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ആക്ടിവിറ്റിയാണ്, നോക്കിക്കോളൂ. ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് ദി എർത്ത്സ് ഇൻറ്റീരിയർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഡ്രോ ടുവേർഡ്സ് ദ കറക്റ്റ് വൺസ് ആൻഡ് ടുവേർഡ്സ് ദ റോങ് വൺസ്. അതായത് 2 സ്മൈലിയുടെ ഇതിടണം നമ്മൾ.
കറക്റ്റ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലിയും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ സാഡായിട്ടിരിക്കുന്ന സ്മൈലിയുടെ ഫോട്ടോ ഇടണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓരോ പോയിന്റ്സും വായിച്ച് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് നോക്കിയോളൂ. ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദി എർത്ത് വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് റോക്ക്. ക്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റിലുള്ള സോളിഡ് പാർട്ടാണ്, എർത്തിൻ്റെ സോളിഡ് പാർട്ടാണ്, ഔട്ടർ മോസ്റ്റിലാണ്. അത് റോക്ക് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയോ തെറ്റോ? അപ്പം നമ്മൾ സാഡ് സ്മൈലി ഇടണോ അതോ ഹാപ്പി സ്മൈലി ഇടണോ? ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടുള്ളൊരു സ്മൈലിയുടെ ഇതാണ് ഇവിടെ ഇടേണ്ടത്. അടുത്തത്, ലിത്തോസ്ഫിയർ ഈസ് മേഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻറ്റിൽ. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റിനെ അപ്പർ മാൻറ്റിലിനെയും ചേർത്ത് പറയുന്ന പേരാണ്. സാഡ് കറക്റ്റാണോ തെറ്റാണോ? അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തതും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സ്മൈലിയുടെ പിക്ചറാണ്. അതാണ് നമ്മൾ വരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, ദ അസ്തനോസ്ഫിയർ ഇസ് ദ മോൾട്ടൺ പാർട്ട് ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് പാർട്ടിക്കിൾസ്. അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് മോൾട്ടൺ പാർട്ടാണ്. ആണോ? മോൾട്ടൺ പാർട്ടാണോ അസ്തനോസ്ഫിയർ? ആണ്, മോൾട്ടൺ പാർട്ടാണ്. ഉരുകിയ അവസ്ഥയിലുള്ള ഒരു പാർട്ടാണ് അസ്തനോസ്ഫിയർ. അവിടെ എന്തുണ്ട്? മോൾട്ടൺ റോക്ക് പാർട്ടിക്കിൾസ് ഉണ്ട്. മോൾട്ടൺ റോക്ക് പാർട്ടിക്കിൾസ് നമ്മൾ പറയുന്ന പേരാണ് മാഗ്മ. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുവാടെ എല്ലാം ശരിയാണല്ലോ. അപ്പോൾ അതും ഹാപ്പി സ്മൈലി ഇടുക. അടുത്തത്, ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കറക്റ്റ് ആണോ? ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലാണോ? കറക്റ്റ് ആണ് അല്ലേ? അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റ് ആണ്. അടുത്തത്, ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ആർ ദ ടു പാർട്സ് ഓഫ് ദി ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ രണ്ട് പാർട്ടാണ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. ശരിയോ തെറ്റോ? അതും ശരിയാണല്ലേ. കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും എന്നിങ്ങനെ രണ്ടായിട്ട് നമ്മൾ ക്രസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കറക്റ്റാണ്. അപ്പോൾ ഹാപ്പി സ്മൈലി കൊടുക്കുക. ദ കോർ ഈസ് ആൾസോ നോൺ ആസ് നിഫെ. കോറിൻ്റെ നമ്മൾ വേറൊരു പേരാണ് നിഫെ. കറക്റ്റാണ്. അവിടെ ഹാപ്പി സ്മൈലി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. അപ്പോൾ റോങ് വണ്ണിനാണ് നമ്മൾ സാഡ് സ്മൈലി കൊടുക്കാനുള്ളത്. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാം കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഹാപ്പി സ്മൈലിയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഇപ്പുറത്തുള്ള ആ കോളത്തിൽ നിങ്ങൾ ഹാപ്പി സ്മൈലി കൊടുക്കുക. അപ്പം ഇത്രയായപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയർ ആണ്, നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ആണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നാളത്തെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്